ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മുരിങ്ങയില ഒന്ന് സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ചട്ടിയിൽ എണ്ണ ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുരിങ്ങയില കഴുകി ഇട്ട് കൊടുക്കുക. അതൊന്ന് വശക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വശക്കുക. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു സൂപ്പാണിത്. നമുക്ക് വയറ് നല്ല ഫില്ലാവുന്നത് പോലെ തോന്നുകയും ചെയ്യും. സ്പൈസിയാണ്, നമുക്ക് ഒരു ന്യൂട്രിയൻ്റ് അതിൽ നിന്ന് കിട്ടും. മുരിങ്ങയില നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മുന്നേ അരച്ച് വെച്ചിട്ടുള്ള ഒരു തക്കാളി, കുറച്ച് ജീരകം, ഒരു പിഞ്ച് ഇഞ്ചി, 2-3 അല്ലി ചെറുള്ളി, അതിൻ്റെ 2-3 അല്ലി വെളുത്തുള്ളി, ഇത് മല്ലിയില, പിന്നെ ഞാനിവിടെ പൊട്ടുകടലയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് സ്വീറ്റ് കോൺ വേണമെങ്കിൽ അത് ചേർക്കാം. അതും ഇല്ലെങ്കിൽ കോൺഫ്ലോർ കലക്കി ഒഴിക്കാവുന്നതാണ്. ചെറിയൊരു കുറുകി വരാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ ഈ സൂപ്പിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അത് ചേർക്കാവുന്നതാണ്. ഇവ നല്ല രീതിയിൽ അരച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വീണ്ടും ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇതിൽ പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലും, കുറവ് ആവശ്യമുള്ളവർക്ക് കുറവും ചേർത്താൽ മതിയാകും. ഇതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ മുരിങ്ങ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊട്ടുകടല ചേർത്തത് കൊണ്ടാണ് ഈ ചെറിയൊരു കുറുകിയ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ വെള്ളം പോലെ ആയിരിക്കും. ഇത് എനിക്ക് മാത്രം കഴിക്കാനുള്ള അളവിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ഒരുപാട് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. സൂപ്പ് എപ്പോഴും കഴിക്കേണ്ടത് ഒരു ചെറു ചൂടോടെ വേണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇത് നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കും കാൽമുട്ടിനും കൈക്കൊക്കെ വേദനയുള്ള മുട്ട് ജോയിൻറ്റ് പ്രശ്നങ്ങൾക്കുള്ളവർക്കെല്ലാം ഇത് കഴിക്കാവുന്നതാണ്. ഇതെല്ലാം നല്ല രീതിയിൽ മാറിക്കിട്ടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.